അപ്പോൾ ആപ്പിൾ iOS 17.6.1 അപ്ഡേറ്റ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ആപ്പിൾ 17.6 അപ്ഡേറ്റ് റിലീസ് ചെയ്തു. ഏകദേശം ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് 17.6.1 അപ്ഡേറ്റ്, ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണ് ആപ്പിൾ റിലീസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ ഒരാഴ്ചയോളം നമ്മൾ 17.6.1 അപ്ഡേറ്റ് നമ്മുടെ ഡിവൈസുകൾ സ്പെഷ്യലി ഓൺ iPhone 13 സീരീസിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫോളോ അപ്പ് റിവ്യൂ ആണ്. അതിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും യൂട്യൂബിലെ 17.6ൻ്റെ പല വീഡിയോസിൽ താഴെ വന്നിട്ടുള്ള കമൻസിലും നിങ്ങൾ തന്നിട്ടുള്ള ഫീഡ്ബാക്ക്, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്, ഇതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ രണ്ട് അപ്ഡേറ്റുകൾ 17.6ഉം 17.6.1ഉം നമ്മൾ iPhone 13 Pro സീരീസിൽ അല്ലെങ്കിൽ പ്രോയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 13 സീരീസുമായിട്ട് ബന്ധപ്പെട്ട് യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്പ്ലേ ഇഷ്യൂ അത് കൂടുതലും റെസൊണേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്ത് എങ്ങനെയെന്നുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. 17.6.1 എന്ന് പറയുന്നത് ഒരു മൈനർ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത് യാതൊരു തരത്തിലും ഈ ഒരു അപ്ഡേറ്റ് പെർഫോമൻസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട്, ബാറ്ററിയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ബാറ്ററിയുടെ കാര്യത്തിലുള്ളത്. കാരണം ഇത് യാതൊരു തരത്തിലും ഈ ഒരു അപ്ഡേറ്റ് ബാറ്ററിനെയും പെർഫോമൻസിനെയും ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 17.6ൽ എനിക്ക് എങ്ങനെയായിരുന്നു ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നത്, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റ്. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു അപ്ഡേറ്റ് വന്ന് ഒരു ഡിവൈസിൽ മറ്റൊരാൾ അവരുടെ ഡിവൈസ് ചെയ്തു, അതിൽ അങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് മാറ്റങ്ങളൊക്കെ ഉണ്ട്, ബാറ്ററി ഡ്രെയിനിങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് കരുതി നിങ്ങളുടെ ഡിവൈസിലും അതേ അപ്ഡേറ്റ് ചെയ്യുമ്പം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സിമിലാരിറ്റി കാണും, ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ എന്ന് കരുതി എല്ലാ ഇഷ്യൂസും അതുപോലെ തന്നെ എല്ലാ ഡിവൈസിലും ഉണ്ടാകണമെന്നില്ല. ഈ പറഞ്ഞ പെർഫോമൻസും ബാറ്ററിയിലും വേരിയേഷൻസ് ഉണ്ടായേക്കാം എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്, ഇതിൽ ഒന്നാമത്തെ കാര്യം ക്യാമറ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകുന്നു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. അപ്പം ശരിക്കും അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവമില്ല. ഒരിക്കലും ക്യാമറ ക്വാളിറ്റിനെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ബഗ്ഗുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് നമ്മളിപ്പം ഫോട്ടോസ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നോയ്സ് ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിങ്, ചില ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകാൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പെട്ടെന്നൊരു ഫോട്ടോ എടുത്തു, പിക്ചർ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അത് നോക്കാൻ, അത് പ്രിവ്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണാൻ സാധിക്കും. ആദ്യം നോക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിങ് പൂർണ്ണമായിട്ടില്ലായിരിക്കും. രണ്ടാമത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ശേഷം നോക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബഗ്ഗുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ലാതെ ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ക്യാമറ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നില്ല. അതുപോലെ അപ്ഡേറ്റിന് ശേഷം ചില ലെൻസുകൾ കാണുന്നില്ല എന്ന് ചില യൂസേഴ്സ് കമൻറ്റ് ചെയ്തിരുന്നു. ഇപ്പം 0.5, 1x, 3x ഇതൊന്നും എവിടെയും പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ക്യാമറ ആപ്പിൽ എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള അതേ കാര്യം, ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഒരൊറ്റ റീസ്റ്റാർട്ട് കൊണ്ട് നമുക്ക് പല മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ഒന്ന് ചെയ്തു നോക്കും. രണ്ട്, iOS 18 ഇപ്പം ബെയ്റ്റയിലാണ് ഉള്ളത്. iOS 18 അടുത്ത മാസം സെപ്റ്റംബറിൽ പുതിയ iPhone 16 സീരീസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുതിയ iOS 18 എല്ലാ ഡിവൈസുകളിലും, അതായത് iPhone XS മുതലുള്ള 15 Pro Max അല്ലെങ്കിൽ ആ ടൈമിൽ അടുത്ത മാസം 16 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് iOS 18 ലഭിക്കുന്നതാണ്. ഇനി iOS 18 വന്നു കഴിഞ്ഞാൽ നിലവിൽ iOS 17.6ലേക്ക് അല്ലെങ്കിൽ iOS 17.6.1ലേക്ക് ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നവർ കുറേ ആളുകളുണ്ട്. ഒന്ന്, അവരുടെ പേടി കൊണ്ട്. രണ്ട്, അവരുടെ ആ യൂസേജിനെ ബാധിക്കേണ്ട എന്ന് കരുതി ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് iOS 18ലേക്ക് അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏത് OS നിന്നും iOS 18ലേക്ക് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നീട് ആപ്ലിക്കേഷൻ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു iPhone 13 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തു. അതേ ആപ്ലിക്കേഷൻ നമ്മുടെ മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നമ്മൾ 2 തവണ 2 ഡിവൈസിൽ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ഉപയോഗിച്ചാണ്. ഈ ആപ്പ് സ്റ്റോറിൽ നമ്മൾ സൈൻ ചെയ്തേക്കുന്നത് നമ്മളുടെ ആപ്പിൾ അക്കൗണ്ടാണ്. സോ ഈ ഒരു ആപ്പിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാ പരിപാടികളും, എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, ഡൗൺലോഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം പോകുന്നത് ഈ ഒരു ആപ്പ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേ ആപ്പിൾ ID
മറ്റൊരു ഡിവൈസിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പർച്ചേസുകളും അവിടെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂസ് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വൈഫൈ അതോടൊപ്പം മൊബൈൽ ഡാറ്റ ചില ടൈമുകളിൽ വൈഫൈ കണക്റ്റ് ആകുന്നില്ല. അങ്ങനെ ഡിസ്കണക്ഷൻ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. ഏറ്റവും താഴെ സെറ്റിങ്സ് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഓപ്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ഡാറ്റ, വീഡിയോ, ഫോട്ടോസ് ഒന്നും നഷ്ടപ്പെടത്തില്ല. ജസ്റ്റ് സെറ്റിങ്സ്, നെറ്റ്വർക്ക് സെറ്റിങ്സ് മാത്രം റീസെറ്റ് ആകത്തേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പം പൊതുവേ ഉള്ള നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഫിക്സ് ആകുന്നതാണ്. ഇനി എക്സ്ട്രീം കേസിലേക്ക് പോകുമ്പം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നോ സർവീസ് ഇഷ്യൂ അല്ലെങ്കിൽ നോ സിം കാർഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുവാണ്. നിങ്ങൾ സിമ്മ് മാറ്റിയിട്ടു, സിമ്മ് ഊരിയിട്ട് വീണ്ടും റീഇൻസേർട്ട് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിം ഇൻസേർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതേ നോ സർവീസ് അല്ലെങ്കിൽ നോ സിം ഇഷ്യൂ ആണ് കാണിക്കുന്നെങ്കിൽ അത് ചിലപ്പം മേ ബി നിങ്ങളുടെ ഡിവൈസിൻ്റെ ബേസ് ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നമുക്ക് ഈ സിമ്മ് റീഇൻസേർട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ലെവലിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റിൽ സോൾവ് ആകത്തില്ല. അതപ്പോൾ നമ്മുടെ ഡിവൈസ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിലോ കൊണ്ടുപോയി അവിടെ നിന്ന് ബേസ് ബാൻഡ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനേ സാധിക്കത്തുള്ളൂ. പിന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം അത് യൂസറിന് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയതുകൊണ്ട് വേണ്ടി ഞാൻ റിപ്പീറ്റ്ലി എടുത്ത് പറയുവാണ്. അതായത് സെറ്റിങ്സിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിയുമ്പം എബൌട്ട് ഓപ്ഷനിൽ ഈ ഒരു 17.6.1 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ആ ഒരു യൂസർ മാറിയിട്ടുണ്ടായിരുന്നു. ആ ബാറ്ററി മാറുമ്പോൾ നമുക്കിവിടെ കാണാം ജെനുവിൻ പാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കും എക്സ്ട്രാ. സോ അങ്ങനെ ഓപ്ഷൻ കാണിക്കുന്നിടത്ത് അൺനോൺ എന്ന് കാണിച്ചിരുന്നു. അവർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയാണ് ഒറിജിനൽ ബാറ്ററിയാണ് റീപ്ലേസ് ചെയ്തത്. എങ്കിൽ പോലും ഈ ഒരു കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. അൺനോൺ പാർട്ട് കാണിക്കുമ്പോൾ നമുക്കറിയാം അത് ജെനുവിൻ ബാറ്ററി അല്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു യൂസർ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുകയും അത് ജെനുവിൻ പാർട്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കാണിക്കുകയും ചെയ്തു. സോ ഒരു റീസ്റ്റാർട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു, വീണ്ടും എടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ബാറ്ററി ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചോദിച്ചപ്പം എനിക്ക് യൂസേഴ്സിൻ്റെ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കാണ്. അതിൽ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കുറേയധികം ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ബാറ്ററി ഹെൽത്ത് ഡെഗ്രഡേഷൻ ആണ്, അതോടൊപ്പം ബാറ്ററി ഡ്രെയിനിങ്. എന്നാൽ ചില യൂസേഴ്സിന് ഇഷ്യൂസ്, കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നു. പിന്നെ ഹീറ്റിംഗ് ആണ് ചില യൂസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. സോ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിവൈസ് ഹീറ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഒന്ന് വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹീറ്റ് ആകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. എന്നാൽ നോർമലി നമ്മൾ ഉണ്ടാകുന്ന ഇപ്പം ഓവർനൈറ്റ് ഒക്കെ വയർലെസ് ചാർജിങ് ആണ് ചെയ്യുന്നതെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിവതും നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്യുന്ന ടൈമിൽ ചൂടാകാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ബാറ്ററി ഡ്രെയിൻ ആകുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം അപ്ഡേറ്റ് ചെയ്ത 1-2 ദിവസത്തേക്ക് ചിലപ്പം ഡ്രെയിനിങ് കാണും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നടക്കുന്ന പ്രോസസ്സിങ്, ഇൻഡെക്സിങ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും യൂഷ്വലി ഉള്ളതിനേക്കാൾ. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് ഇല്ലാത്തവർക്കും ഒരു ബാറ്ററി ഡ്രെയിനിങ് ഉള്ള പോലെയൊക്കെ തോന്നിയേക്കാം 1-2 ദിവസത്തേക്ക്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തു ഒരാഴ്ചയോളം ആയി ഇപ്പോഴും ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. സെറ്റിങ്സിൽ പോവുക, റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് ഉള്ള ഓപ്ഷനാണ്. ഇത് ചെയ്തുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സെറ്റിങ്സ് മാത്രമേ റീസെറ്റ് ആകത്തുള്ളൂ, ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല. അതുപോലെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടും ചിലപ്പം ബാറ്ററിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ന്യൂവർ ഡിവൈസുകളിൽ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നുണ്ട്. ഇപ്പം 15 സീരീസിലാണ് കൂടുതലും യൂസേഴ്സ് അത് എടുത്തു പറയുന്നത്. അതായത് 4 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ യൂസേജ് കൊണ്ടൊക്കെ ബാറ്ററി ഹെൽത്ത് നല്ല പോലെ കുറയുന്നു എന്നുള്ള കാര്യം. ഇത് പൊതുവെ iPhone 15 സീരീസിൽ കൂടുതലും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ iOS 18 ആണ് നമ്മൾ റൺ ചെയ്യുന്നത്. എങ്കിലും ബാറ്ററി ഹെൽത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ 90% ബാറ്ററി ഹെൽത്താണ്. ഇപ്പോൾ 1 വർഷം ആകാറായതേ ഉള്ളൂ. സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമാകും. 387 ബാറ്ററി സൈക്കിള്. ഓക്കെ, അപ്പം 15 സീരീസിൽ നമ്മുടെ യൂസേജ് ഞാൻ വളരെ റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ യാതൊരു പരാതിയില്ല. 90% ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർജിൻ തന്നെയാണ് കറക്റ്റായിട്ട്. കാരണം പല ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇത് ഡിവൈസ് യൂസ് ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നു. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതൊക്കെ ഇങ്ങനെ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ബ്രാൻഡ് ന്യൂ ഡിവൈസുകൾ 1 മാസം കൊണ്ടൊക്കെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ആപ്പിളുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ഒന്നെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ സപ്പോർട്ടിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക. അവിടെ നിന്നൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിക്കാൻ, കാരണം നമുക്കിത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ യൂസേജ് കൊണ്ടാണോ അതോ ഇൻറ്റേർണലി ഡിവൈസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ ഇത്രയും പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ 17.6.1 എന്ന് പറയുന്ന അപ്ഡേറ്റ്
യാതൊരു രീതിയിലും നിങ്ങളെ പെർഫോമൻസിനെയോ ബാറ്ററിനെയോ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ പ്രീവിയസ് 17.5-ലോ 17.6-ലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിന്നോളുക. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിന്നോളുക. ഇനി എന്തെങ്കിലും പ്രോബ്ലംസും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പേടിയുള്ളവർക്കും നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് കംഫർട്ടാണ്, ഓക്കെ ആണ്, അപ്ഡേറ്റ്സ് ഒക്കെ വിഷയമില്ല എന്നുണ്ടെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഡയറക്റ്റ്ലി ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ് iOS 18-ലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 17.6.1-നെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.